ശ്രീ സതീഷ് ഗോപിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ സതീഷ് ഗോപി, ഈ പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമുള്ള പ്രാഥമിക നടപടിക്രമങ്ങളിലടക്കം ഭാഗവാക്കായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇന്നത്തെ ദിവസത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ പദ്ധതിക്ക് തടസ്സം നിന്ന വലിയൊരു വിഭാഗത്തെ അവരുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താൻ താങ്കളുടെ ഇടപെടലിലൂടെ സാധിച്ചതും ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ സംഘടിപ്പിച്ച സംവാദങ്ങളിലും താങ്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വലിയ കടമ്പ കടന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ പിന്നിട്ട വഴിത്താരകൾ, അത് ക്ലേശത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ഒക്കെയാണ്. ആ വഴിത്താരകളെ എങ്ങനെ താങ്കൾ ഓർത്തെടുക്കുന്നു? ഇന്ന് നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുകയാണ്. നമ്മളെ ഭാരതത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിലെ 1ാമത്തെ ജനസംഖ്യയാണ്. അത് മാത്രമല്ല, നമ്മളെ ഈ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും പല സാധനങ്ങളും വന്നു ചേരണം. അവിടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം പുറത്തേക്ക് പോകണം. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നു. ഭാരതത്തിൻ്റെ ഉള്ളിൽ മാത്രം നമ്മുടെ എല്ലാ വാണിജ്യങ്ങളും ഒക്കെ ഒതുങ്ങി നിന്നു. പുറത്തുനിന്ന് ഒത്തിരി സാധനം നമ്മളെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു ഇതിന് മാറ്റം വന്നു. ഇപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന വലിയൊരു ആശയം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാ സാധനങ്ങളും, നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ മിലിറ്ററിയുടെ ആയുധങ്ങളുടെ രംഗത്തും നമ്മളിപ്പോൾ സ്വയം പര്യാപ്തതയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി ആയുധങ്ങൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ടിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം ഏതാണ്? തുറമുഖം, അതായത് ജലമാർഗത്തിൽ കൂടെയാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏറ്റവും കുറഞ്ഞ കൂലി. അങ്ങനെ വരുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ ഒരു 15-20 വർഷം മുമ്പ് തന്നെ ഈ മദർഷിപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്തു തുടങ്ങി. നമുക്ക് ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏഷ്യ വൻകരയുടെ ഏകദേശം മധ്യഭാഗത്താണ്. ഈ മധ്യഭാഗത്ത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന കാർഗോ എങ്ങനെ വരുന്നു? അത് ജബലലി പോർട്ടിൽ വലിയ പടുകൂറ്റൻ കപ്പലിൽ കൊണ്ടിറക്കിയിട്ട് അവിടെ നിന്ന് ചെറിയ കപ്പലുകൾ എടുത്തുകൊണ്ട് വരുന്നു, ഫീഡർ വെസൽസ് എടുത്തുകൊണ്ട് വരുന്നു. സിംഗപ്പൂർ കൊണ്ടിറക്കിയിട്ട് അവിടെ നിന്ന് ഫീഡർ വെസൽസ് എടുത്തുകൊണ്ട് വരുന്നു. നമ്മുടെ മൂക്കിൻ്റെ താഴെ കിടക്കുന്ന കൊളംബോ എന്ന് പറയുന്ന ചെറിയ ഒരു രാജ്യം, 2 മദർ പോർട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ കൊണ്ടുവന്നിറക്കിയിട്ട് നമ്മുടെ കാർഗോ നമ്മളിലേക്ക് വരുന്നു. നമുക്ക് അങ്ങനെ ഒരു വർഷം ഉണ്ടാകുന്ന നഷ്ടം 2500 കോടി രൂപയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. വിഴിഞ്ഞം തുറമുഖം വിഭാവനം ചെയ്ത് കൊല്ലം എത്രയായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. 1988 ഇതിൻ്റെ ഒരു ആശയം ഉണ്ടാകുന്നത്. അപ്പോൾ ആശയമുണ്ടായി, അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പല കാരണങ്ങൾ കൊണ്ട് അതിന് ചില തടസ്സങ്ങളെല്ലാം വന്ന് അവസാനം ഇത് പ്രാവർത്തികമാവുകയാണ്. ഇത്രയും വർഷം നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് നഷ്ടപ്പെട്ട തുക എത്ര എന്ന് ചോദിച്ചാൽ, ഒരു രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പറയും 2500 ഗുണം ഇത്രയും പീരീഡ്, എത്ര ലക്ഷം കോടി രൂപയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ നഷ്ടം മാറണമെങ്കിൽ ഭാരതത്തിനൊരു മദർ പോർട്ട് കൂടിയേ തീരൂ. അത് മാറ്റിവെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് ആ സുദിനം വന്നു. ഇന്ന് ഞാൻ സർവീസിൽ കയറുമ്പോൾ 1988 സർവീസിൽ കയറുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പെങ്കിലും ഒരു മദർ പോർട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷനിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് റിട്ടയർ ചെയ്യാം. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞു. 2018 നിർഭാഗ്യവശാൽ ഇത് നടന്നില്ല. അതിനുശേഷം കോവിഡ്, അതുപോലെ തന്നെ ഓക്കി, അതുപോലെയുള്ള ദുരന്തങ്ങൾ വന്നപ്പോൾ ഈ കാര്യം വളരെയധികം പിന്നീടും ഇഴഞ്ഞു നീങ്ങി. ഇപ്പോൾ ഇന്നതിൻ്റെ സുദിനമാണ്. ഇന്ന് രാവിലെ വിഴിഞ്ഞത്ത് പോയി നിന്നപ്പോൾ മനസ്സിനകത്ത് 100% ഒരു ആത്മനിർവൃത്തി. എൻ്റെ രാജ്യത്തിന് സ്വന്തമായി ഒരു ഇന്ത്യ മഹാരാജ്യത്തിന്, എൻ്റെ ഭാരതത്തിന് സ്വന്തമായ ഒരു മദർ പോർട്ട് വന്നിരിക്കുന്നു. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ് മദർ പോർട്ട് എന്ന് പറയുമ്പോൾ. ഇനി ഇവിടെ വരുന്ന ഈ മദർ പോർട്ട് എന്ന് പറയുന്നത് വേറൊരു പോർട്ടിന് അവകാശപ്പെടില്ല. ഒരാൾ ചോദിച്ചതാണ്, കൊച്ചിയിൽ ഒരു മദർ പോർട്ട് ആവാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. കൊച്ചി മദർ പോർട്ടാകാൻ പറ്റില്ല. കൊച്ചിയിലെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ആഴം എന്ന് പറയുന്നത് 13 മീറ്ററാണ്. അതേസമയം വിഴിഞ്ഞത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് 20 മീറ്ററാണ്. 18 മുതൽ 20 മീറ്റർ വരെ ആഴമുണ്ട്. അത് നാച്ചുറൽ ഡെപ്താണ്.
അവിടെ ഡ്രഡ്ജിങ് കുറച്ച് മതി. കൊച്ചിയാണെങ്കിലോ ഡ്രഡ്ജിങ് എപ്പോഴും വേണം. മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് ഇല്ലെങ്കിൽ കൊച്ചി പോർട്ട് അടച്ചിടേണ്ടി വരും. അതാണ് കൊച്ചിയുടെ പ്രത്യേകത. പക്ഷേ കൊച്ചിക്കൊരെണ്ണം അവകാശപ്പെടാനുണ്ട്, വേറെ ആർക്കും അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരെണ്ണം. ISO കണ്ടെയ്നർ എന്ന് പറയുന്നതാണ് ലോകത്തിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് കണ്ടെയ്നർ ISO കണ്ടെയ്നറാണ്. ISO കണ്ടെയ്നർ ആദ്യമായി ഇന്ത്യയിൽ വരുന്ന ഒരു തുറമുഖം എന്ന് പറയുന്ന 1973 കൊച്ചിയാണ്. ആ കൊച്ചി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉള്ള ഒരു തുറമുഖമാണെന്ന് നമുക്ക് അഭിമാനിക്കാം. പക്ഷേ കൊച്ചിക്കുള്ള പ്രത്യേകത എന്താണ്? അവിടെ ഈ 13.5 മീറ്റർ എന്ന് പറയുന്ന ആഴം ഡ്രഡ്ജ് ചെയ്ത് 20 മീറ്റർ ആക്കാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അവിടെ വലിയൊരു മദർ ഷിപ്പ് കയറില്ല. ഇനി 8,000-7,000 കണ്ടെയ്നർ കയറ്റുന്ന ഷിപ്പിന് കയറാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേലിയേറ്റവും വേലിയിറക്കവും നോക്കി ഈ 13.5 മീറ്റർ ഡ്രാഫ്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കി നമുക്ക് കയറ്റാൻ പറ്റും. ഈവൻ ദെൻ അതൊരു മദർ പോർട്ടാകില്ല. മദർ പോർട്ട് എന്നുള്ള വിശേഷം കറക്റ്റായിട്ട് ആ പോർട്ടിന് കിട്ടണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വയ്ക്കുന്ന കണ്ടെയ്നർ ചെറു ഫീഡർ വിസൽ വന്ന് അത് എടുത്ത് അടുത്ത രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിലേക്കോ കൊണ്ടുപോകണം. അത് വന്നാലേ നമ്മൾ മദർ പോർട്ട് എന്നുള്ള സങ്കല്പം നമുക്ക് പൂർണ്ണമാകുകയുള്ളൂ. വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിഴിഞ്ഞം നമ്മുടെ അന്താരാഷ്ട്ര കപ്പൽച്ചാൽ, അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ സീ റൂട്ടിന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം 200-ൽ കൂടുതലാണ്. 200-ൽ കൂടുതൽ കപ്പലുകൾ നമ്മുടെ കൺവെട്ടത്തുകൂടെ ഒരു ദിവസം കടന്നു പോകുന്ന ആ സ്ഥാനത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം കോസ്റ്റൽ തീരദേശം നമ്മൾ മാപ്പ് ചെയ്തെടുത്താൽ ആ തീരദേശത്തെ സെൻട്രൽ പോയിൻ്റാണ് വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞത്തൊരു ഒരു ഒരു മദർ പോർട്ട് വന്നാൽ അവിടെ നിന്ന് ഫീഡർ വെസലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാനുള്ള ദൂരം തുല്യമാണ് എന്തുകൊണ്ടും. അതുമാത്രമല്ല ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകാനും ഈ മധ്യത്തുള്ള ഇന്ത്യയുടെ സ്ഥാനം ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനായിട്ട് അനുഗ്രഹമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ന് ഞാൻ ഒരു കാര്യത്തിൽ ദുഃഖിതനാണ്. അതായത് ഒരു മദർ പോർട്ട് വരുമ്പോൾ അതിൻ്റെ റെയിൽ റോഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് അവിടെ ചെന്ന് നിന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു വിങ്ങൽ വന്നത്, റെയിൽ റോഡ് കണക്ടിവിറ്റി ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. എന്നാകും എന്ന് ചോദിച്ചാൽ ഇത് കേരളമല്ലേ? എൻ്റെ മനസ്സ് തന്നെ പറഞ്ഞു, ഇത് കേരളമല്ലേ? ഒരു ടൈം ബൗണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എന്നാലും പ്രതീക്ഷിക്കുന്നു എത്രയും വേഗം റെയിൽ റോഡ് കണക്ടിവിറ്റി വരട്ടെ. പക്ഷേ അപ്പോഴും ഞാൻ റെയിൽ കണക്ടിവിറ്റി നോക്കുമ്പോൾ ഒരു ചെറിയ തുരങ്കമാണ് ഉള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഡബിൾ ഡക്കറായിട്ട് കാർഗോ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർഗോ ട്രാൻസ്പോർട്ട് ത്രൂ റെയിൽ. അപ്പോൾ ഡബിൾ ഡക്കറായിട്ട് കാർഗോ കൊണ്ടുപോകുമ്പോൾ 45 വാഗൺ ഉണ്ടെങ്കിൽ ഒരു വാഗണിൽ 2 പിന്നീട് കണ്ടെയ്നർ ഇരിക്കും. ആ 2 കണ്ടെയ്നറുടെ മുകളിൽ 20 ഈക്വലൻ്റ് ഫുട്ട്, അതായത് TU 2 കണ്ടെയ്നർ ഇരിക്കും. അതിൻ്റെ മുകളിൽ 2 കണ്ടെയ്നർ വയ്ക്കും. അപ്പോൾ 4 കണ്ടെയ്നർ ഒരു വാഗൺ അതിന് കൊണ്ടുപോകാൻ സാധിക്കും. അതേസമയം 40 ഈക്വലൻ്റ് ഫുട്ടാണെങ്കിൽ ഒറ്റ കണ്ടെയ്നറെ താഴെ ഇരിക്കുകയുള്ളൂ, അതിൻ്റെ മുകളിൽ ഒരു കണ്ടെയ്നർ ഇരിക്കും. ഇങ്ങനെ 45 വാഗൺ ഉണ്ടെങ്കിൽ ആ 45 വാഗണിൽ 90 × 2 180 കണ്ടെയ്നർ കിടക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബാലരാമപുരം തൊട്ട് വിഴിഞ്ഞം വരെയുള്ള തുരങ്കപാത എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സിംഗിൾ ലൈനേ ഉള്ളൂ, ഒറ്റ ലൈനേ ഉള്ളൂ. അതിൽ ഡബിൾ ഡക്കർ കയറാനുള്ള ഹൈറ്റും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇപ്പോൾ അഹമ്മദാബാദ് ഡൽഹി കോറിഡോറിൽ ഒരു ദിവസം ഓടുന്ന കണ്ടെയ്നർ വഹിച്ചുകൊണ്ട് ഓടുന്ന ട്രെയിനുകളുടെ എണ്ണം 100-ലേറെയാണ്. ആ 100-ലേറെ ട്രെയിനും ഡബിൾ ഡക്കറായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വരുമ്പോൾ വിഴിഞ്ഞത്ത് 10,000 കണ്ടെയ്നർ വന്നിറങ്ങുന്ന ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അന്ന് റോഡ് റെയിൽവേ നെറ്റ്വർക്ക് വഴി ഇന്ത്യയുടെ വിവിധ സ്ഥാനങ്ങളിൽ എത്താനുള്ള കണ്ടെയ്നർ, ബാലരാമപുരത്തുനിന്ന് ഒരു ട്രെയിൻ വന്നു, അതിവിടെ നിന്ന് കണ്ടെയ്നർ കയറ്റി തിരിച്ച ട്രെയിൻ അതുവഴി പോയി ഈ പുറത്തിറങ്ങിയാലേ അടുത്ത ഒരു ട്രെയിനിന് വരാനൊക്കെ ഉള്ളൂ, ചരക്ക് വണ്ടിക്ക് വരാനൊക്കെ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ്. അത് കൂടെ കണക്കാക്കി ഡിസൈൻ ചെയ്യട്ടെ എന്ന് എന്നെ മനസ്സ് പ്രത്യാശിക്കുന്നു. അതേപോലെ തന്നെ ആങ്കർ എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്.
ഭാരതത്തിൻ്റെ നേട്ടമെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. നമ്മൾ കടന്നുപോയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പറഞ്ഞു തീർത്താൽ തീരാത്തതാണ്. ഒരു സമയത്ത് എല്ലാവർക്കും അറിയാം, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, കയ്യും കാലും വെട്ടിക്കളയും, അതെ, നടന്നു പോവില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഇന്നിത് ആദ്യത്തെ കപ്പൽ വന്ന്, ഒരു പരീക്ഷണമാണെങ്കിലും ആദ്യത്തെ കപ്പൽ വന്ന് അവിടെ നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കയ്യും കാലും എല്ലാം ആ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു നിർവൃതി. പിന്നെ വളരെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ ഇതിലുണ്ട്. ആ ടെക്നിക്കൽ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട് എനിക്ക്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് 1988 ഈ തുറമുഖം വിഭാവനം ചെയ്തിട്ടില്ല. ആ കാലഘട്ടത്തിൽ 87-88 കാലഘട്ടത്തിലാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാകുന്നത്. വിഴിഞ്ഞത്താണ് ആ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. ആ പ്രോജക്റ്റിൻ്റെ ആളെന്ന് പറയുന്നത് ഒരാളുടെ പ്രോജക്റ്റാണ്, സ്വന്തം PhDക്കുള്ള പ്രോജക്റ്റാണ്. IIT ചെന്നൈയിൽ PhDക്കുള്ള പ്രോജക്റ്റാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി എന്ന പദ്ധതി. അത് ഡോക്ടർ ജയകുമാർ സാർ, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് ഈ പ്രോജക്റ്റിലാണ്. അദ്ദേഹം ഈ പ്രോജക്റ്റ് IIT ചെന്നൈ കൊടുത്തപ്പോൾ ഇതിന് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് കൊടുത്തു. എന്തിനാണ്? ഈ പ്രോജക്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ഫീസിബിളായിട്ടുള്ള സ്ഥലത്ത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. അന്ന് IIT ചെന്നൈയിലെ പിന്നീട് ഓഷൻ ടെക്നോളജിയിലെ ഹെഡ് ഡോക്ടർ രവീന്ദ്രൻ, ഏഷ്യയിലെ വിദഗ്ധനാണ് അദ്ദേഹം ഓഷ്യൻ ടെക്നോളജിയിൽ. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് കെയ്സോൺ വയ്ക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം വിഴിഞ്ഞത്ത് തിരഞ്ഞെടുക്കണം, അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തിര കിട്ടണം, അവിടുത്തെ ഡെപ്ത് ഡീറ്റെയിൽസ് എനിക്കറിയണം, അതുകൊണ്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാനന്ന് ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗത്തിലുണ്ട്. അപ്പോൾ ചാർട്ടുകൾ കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം ചാർട്ട് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനൊരു സംശയം, ഇത് കൊണ്ടുവന്നിരിക്കുന്ന കറക്റ്റ് ചാർട്ടാണോ? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങളെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, എൻ്റെ അടുത്തല്ല സോറി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഇത് കറക്റ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റാണ് സാർ എന്ന് പറഞ്ഞു. പഴയ ചാർട്ടുകൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത വിഴിഞ്ഞത്തിൻ്റെ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അതെടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തു മഹത്തായ ഏറ്റവും എന്താ പറയുന്നത്, ഒരു ഐഡിയൽ ലൊക്കേഷനല്ലേ വിഴിഞ്ഞം, ഒരു വലിയ തുറമുഖം വരാവുന്ന ഏറ്റവും ഐഡിയൽ ലൊക്കേഷനാണ്, ഞാൻ ഇത്തരത്തിലൊരു ലൊക്കേഷൻ കണ്ടിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൂടിയിരുന്ന എല്ലാവരും ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫെല്ലാം ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സ്റ്റാഫുണ്ട്, അവരോട് പറഞ്ഞു, ഇതിൽ ലീസ്റ്റ് ലിറ്റോറൽ ഡ്രിഫ്റ്റാണ്, അതായത് കടലിൻ്റെ താഴ്ഭാഗത്തുള്ള മണൽ നീക്കം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കടലിനകത്ത് ജലപ്രവാഹമുണ്ട്, അപ്പം മണൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, അതില്ല, അൾട്ടിമേറ്റ്ലി നിൽ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇവിടുത്തെ ടൈഡൽ വേരിയേഷൻ എത്രയാണ്, അതായത് ഹൈ ടൈഡും ലോ ടൈഡും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അപ്പോൾ വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു കൊടുത്തു. സർ 30 സെൻറ്റിമീറ്ററാണ്. അദ്ദേഹം പറഞ്ഞു, നെഗ്ലിജിബിളാണത്, നെഗ്ലിജിബിളാണ്. ഇവിടെ ത്രൂ ഔട്ട് ദി ഡേ, ത്രൂ ഔട്ട് ദി ഇയർ ഷിപ്പിംഗ് നടക്കാവുന്ന, അതല്ലെങ്കിൽ ഒരു പോർട്ട് ഉണ്ടാക്കിയാൽ അവിടെ ഷിപ്പുകൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറും അല്ലെങ്കിൽ ഒരു വർഷം മുഴുവനും കയറി ഇറങ്ങാനുള്ള സൗകര്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഐഡിയൽ ലൊക്കേഷനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിക്കണം, ഗുജറാത്തിലെല്ലാം തുറമുഖമുണ്ട്, അവിടുത്തെ ഹൈ ടൈഡും ലോ ടൈഡും തമ്മിലുള്ള വ്യത്യാസം 8 മീറ്ററാണ്. അപ്പോൾ ഹൈ ടൈഡിൽ മാത്രമേ ഷിപ്പ് അകത്ത് കയറുള്ളൂ, ലോ ടൈഡിൽ ഷിപ്പിന് പുറത്തിറങ്ങാനും കഴിയില്ല, കടലിന് പുറത്തുള്ള കപ്പലുകൾക്ക് തുറമുഖത്തിനകത്ത് കയറാനും കഴിയില്ല, തുറമുഖത്തിൻ്റെ അകത്ത് നിൽക്കുന്ന കപ്പലുകൾക്ക് പുറത്തിറങ്ങാനും കഴിയില്ല. ഹൈ ടൈഡ് നോക്കി നിൽക്കണം. ഇവിടെ അത് വേണ്ട, ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത്, ഇതിനടുത്ത് തന്നെ ഒരു കായലുണ്ട്, ആ കായലിൽ നിന്ന് ശുദ്ധജല കായലാണ്, ആ ശുദ്ധജല തടാകത്തിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു തുറമുഖം ജനിക്കുന്നത് അവിടെയാണ്. യഥാർത്ഥത്തിൽ 1946-48 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ പിന്നീട് മഹാരാജാവിൻ്റെ 46-ൽ മഹാരാജാവിൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊണ്ട് GG മേനോൻ സാർ, അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ആളാണ്, ഇപ്പോഴും അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 100 വയസ്സായ അദ്ദേഹം ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാമത്തെ ബാച്ചാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയതിന് ശേഷം 2ാമത്തെ ബാച്ചിൽ ഡിഗ്രി എടുത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞു, 1946-ൽ മഹാരാജാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗത്ത് ഒരു തുറമുഖം സ്ഥാപിക്കാൻ ഐഡിയൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി നിയോഗിച്ചു. അതിനൊരു ബ്രിട്ടനിൽ നിന്നൊരു എക്സ്പേർട്ടിനെയും കൊണ്ടുവന്നു. ആ എക്സ്പേർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം ഇവർ മുഴുവൻ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തി, ആ സമയത്ത് നടത്തി തുറമുഖം നിർമ്മിക്കാൻ തീരുമാനിച്ചു തത്വത്തിൽ. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി,
ഭരണം മാറി, നമ്മളെ തിരുക്കൊച്ചി സംസ്ഥാനം രൂപമെടുത്തു. അതിനുശേഷം ഇതെല്ലാം താഴോട്ട് പോയി. അന്ന് തുടങ്ങി. അതിനുശേഷം ജീവൻ വെച്ചത് ഈ 87 രവീന്ദ്രൻ സാറിൻ്റെ ഈ ഒരു കാര്യമാണ്. അദ്ദേഹമാണ് നമ്മളെന്താ പറയുന്നത്, നമ്മുടെ മനസ്സിനകത്തൊരു ബീജാവാപം നടത്തി തന്നു. ഇങ്ങനെ ഒരു പോസിബിലിറ്റി, ഇങ്ങനെ ഒരു കഴിവ് ഈ സ്ഥലത്തിനുണ്ട്. ഇത് ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ആ സ്ഥലത്ത് തുറമുഖം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി. തുറമുഖം നിർമ്മിച്ചപ്പോൾ നമ്മൾ അനുഭവിച്ച ഈ നാട്ടുകാരിൽ നിന്നും നമ്മൾ അനുഭവിച്ച വേദനയും പ്രയാസങ്ങളും ഒക്കെ എന്ന് പറയുന്ന സമരങ്ങളുടെ വേലിയേറ്റം, സമരങ്ങളുടെ കൊടുമുടിയിലായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഇന്ന് ഇത് പ്രാവർത്തികമായി നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ ഒക്കില്ല. ഇത് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ചോദിച്ചതിൻ്റെ ഉത്തരം പറയാനുള്ളത്. കാരണം ഈ സാധാരണ ഡിബേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത്. കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. അപ്പോൾ അതൊക്കെ അറിയണം. ആരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത്, അതെല്ലാം പ്രേക്ഷകർ അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടാതിരുന്നത്. ശ്രീ നാണു വിശ്വനാഥൻ, ഞാൻ നേരത്തെ ചോദിച്ചു, താങ്കളെപ്പോലുള്ളവരുടെ വൈദഗ്ധ്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണ വേളയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു അല്പം വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു 1995-96 കാലഘട്ടത്തിൽ എൻ്റെ ഗ്രാജുവേഷൻ്റെ പഠനം കഴിഞ്ഞിട്ടൊരു തൊഴിൽ തേടി ദുബൈയിലെത്തിയതാണ്. അപ്പോൾ ദുബൈയിലെത്തി അപ്രതീക്ഷിതമായിട്ടാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി, കണ്ടെയ്നറൈസേഷൻ, കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ എന്നൊരു മേഖലയിലേക്ക് ഞാൻ വരുന്നത്. ആ കാലഘട്ടത്തിനകത്തിൽ കാർഗോയെക്കുറിച്ചോ കണ്ടെയ്നറിനെക്കുറിച്ചോ ഷിപ്പിങ്ങിനെക്കുറിച്ചോ ലോജിസ്റ്റിക്സിനെക്കുറിച്ചോ ഒന്നും ഒരു ആധികാരിക നോളജുള്ളൊരു വിദ്യാർത്ഥിയല്ല. അപ്പം ഞാൻ ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ബാലപാഠം പഠിക്കുന്നതും പത്രവായനകളും പരന്ന വായനയുമുള്ള ഒരാളായിരുന്നു ഞാൻ. ആ മേഖലയിലേക്ക് കാലുവെച്ച് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ ജോലിയുടെ ആദ്യ ഭാഗമായിട്ട് എനിക്ക് UAE വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മേഴ്സ്കും MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, CMA CGM, ലോറൽ നാവിഗേഷൻ ലൈൻ, ഹപ്പഗ്ലോയിഡ്, ഒയാസിസ്, IRSU ഇങ്ങനെ പറയുന്ന പല ഷിപ്പിംഗ് ലൈനിൻ്റെയും ഓഫീസുകളിലേക്കും പോർട്ടുകളിലേക്കുമൊക്കെ എത്തിപ്പെടാനുള്ള അവസരം കിട്ടി. ഈ പോർട്ടുകളിലും ഷിപ്പിംഗ് കമ്പനികളിലും ഞാൻ എത്തിപ്പെട്ടപ്പോഴാണ് മാരിടൈം എന്ന് പറയുന്ന ഓഷ്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ, അവസരങ്ങളുടെ മഹാസമുദ്രത്തിലെ ആദ്യത്തെ ചൂടുവെപ്പ് കണ്ടപ്പോഴാണ് എത്ര എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ കച്ചവടം നടക്കപ്പെടുന്ന ഒരിടമാണ് മാരിടൈം എന്നുള്ള കാര്യത്തിൻ്റെ റിയൽ പിക്ചർ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞാൻ ആ മേഖലയെക്കുറിച്ചിട്ട് പഠിക്കാൻ പഴയ തിരുവനന്തപുരത്തുള്ളപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറി പുസ്തകം എടുത്ത് വായിക്കുന്ന തരത്തിൽ തന്നെ ഞാൻ മാരിടൈമിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഋഗ്വേദത്തിൻ്റെയും റോമുമായിട്ട് നമ്മുടെ ബ്ലാക്ക് പെപ്പറിൻ്റെയും ഏൻഷ്യൻ്റ് മാരിടൈമിൻ്റെ ഹിസ്റ്ററികൾ പഠിക്കുകയും 1498 വാസ്കോഡി ഗാമ കാപ്പാട് എത്തിപ്പെട്ടതിന് ശേഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരും അതിനുശേഷം ഫ്രഞ്ചുകാരും വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച് ഇന്ത്യയെ ചങ്ങലയിട്ടിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെട്ടിട്ടുള്ള ചരിത്രം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം സത്യത്തിൽ പറഞ്ഞാൽ വിങ്ങിപ്പൊട്ടിപ്പോയി. പതുക്കെ ഇൻഡസ്ട്രിയുടെ മൾട്ടിപ്പിൾ തലം, ഒരു കൈകൊണ്ട് രാത്രിയിൽ 10 മണി വരെ, ഞാൻ ചെറിയ 26-ാമത്തെ വയസ്സിൽ തന്നെ ജനറൽ മാനേജറായ ഒരാളാണ്. ഒരു ദിവസം 300 കണ്ടെയ്നർ വരെ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന പോർട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ മൾട്ടിപ്പിൾ തലത്തിനകത്തിൽ ഉറങ്ങാതെ 300 കണ്ടെയ്നർ 200 കണ്ടെയ്നറിൻ്റെ MD പോസ്റ്റിൽ CM അല്ലെങ്കിൽ CO പോസ്റ്റിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇരിക്കുമ്പോൾ, ഇന്ന് ഇത്രത്തെ മാത്രം ടെക്നോളജിയും ബാക്കിയുള്ളത് ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത സമയത്ത് കണക്ടിവിറ്റിയും ബാക്കിയൊക്കെ ഒരു ബ്ലീപ്പിൻ്റെ സഹായത്തോട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ വന്നിട്ട് രാത്രി 10 മണിക്ക് ശേഷം എല്ലാ യൂണിവേഴ്സിറ്റികളുടെ നിയമങ്ങളെ മാറ്റിവെച്ചിട്ട് ഞാൻ ഷിപ്പിങ്ങിൻ്റെ മറ്റ് തലങ്ങളുടെ പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എങ്ങനെയായിരുന്നു കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാരിടൈം ചരിത്രത്തെ എങ്ങനെയാണ് വിദേശ ശക്തികൾ, വൈദേശിക ശക്തികൾ പൊക്കിയെടുത്തുകൊണ്ട് പോയതും അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കാനുണ്ടായിട്ടുള്ള കാര്യവും ബ്ലാക്ക് പെപ്പറും സുഗന്ധദ്രവ്യങ്ങളും എത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നിട്ട് ശേഷം ഇന്ത്യയിൽ ബന്ദിയാക്കിയതിനുള്ള ചരിത്രവും മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളിക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റിലും സ്വന്തം കമ്പനി ഉള്ളപ്പോഴും രാത്രികളിൽ പലപ്പോഴും എനിക്ക് ഉറക്കമില്ല. കാരണം ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് പോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അമ്മ പല ഗൾഫുകാരും വരുമ്പോഴും അവരുടെ ഡോറിൽ നോക്ക് ചെയ്തിട്ട് ചോദിക്കും, ഒരു മകനെങ്കിലും ഒരു ജോലി കൊടുക്കാമെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സിൽ അലയൊടിച്ചപ്പോൾ എൻ്റെ നാടിന് എൻ്റെ കയ്യിൽ വരുന്ന വലിയ പണക്കലത്തേക്കാൾ
ഒരു പക്ഷേ ഒരു മില്യനർ പലരും എന്നോട് പറയും അന്നത്തെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ നാണു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു മിനി യൂസഫ് അലി ആയിരിക്കും. ആ പണക്കിലുക്കത്തെക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ നാടിൻ്റെ മാരിടൈം ഹിസ്റ്ററി തിരിച്ചു പിടിക്കുക എന്നുള്ള തരത്തിലേക്കായിരുന്നു. പിന്നീട് ഒരുപക്ഷെ ഗൾഫിൽ നിൽക്കുന്ന മലയാളികൾക്കും ഈവൻ അനിൽ നമ്പ്യാർക്കും മാധ്യമപ്രവർത്തകരായിട്ടുള്ളവർ എന്നോട് പരിചയമുള്ള ഏതൊരാളും എന്നിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒറ്റ കാര്യമോ, നാണുവിനെ കണ്ടാൽ അല്ലെ നാണു വിശ്വനാഥനെ കണ്ടാൽ മാരിടൈമിൻ്റെ മൾട്ടിപ്പിൾ തലം പറഞ്ഞ് ഒരാളെങ്കിലും പുള്ളിക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് എൻ്റെ ബിസിനസ് എല്ലാം വിറ്റിട്ട് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങളിലും പലപ്പോഴും കണ്ണു നിറയുന്ന പല അനുഭവങ്ങളുണ്ടായിട്ട്, പക്ഷേ എനിക്ക് അതിനകത്തിലെ മറ്റു തരത്തിലേക്കുള്ള എന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ഞാനൊരു പരിഗണന 130 രാജ്യത്തുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും കേരളത്തിലേക്ക് മാരിടൈം സെക്ടറിൽ വന്നത് പരിഗണന എന്നുള്ളത് കൊണ്ടല്ലായിരുന്നു. എൻ്റെ ആഗ്രഹം എൻ്റെ നാടിന് നഷ്ടപ്പെട്ട, ഞാൻ ആ ബോംബെയിലോട്ടുള്ള മാരിടൈം പോർട്ടിൻ്റെ എക്സ്പ്ലോറേഷനും ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് ഈ പറയുന്ന വെടിയുത് ഉയർത്തുന്നതിൻ്റെ പിന്നിലും കടലിൻ്റെ ചരിത്രത്തിൻ്റെയും ഉപ്പിൻ്റെ ചരിത്രത്തിൻ്റെയും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ, കാരണം ഒരു വൈദേശിക ശക്തികളുടെ ആധിപത്യമാണല്ലോ, കൊളോണിയലിസത്തിൻ്റെ പ്രശ്നങ്ങളാണല്ലോ ഇതിനെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ മാരിടൈം സെക്ടറിലേക്ക് വരികയും എനിക്ക് കിട്ടിയ പൈസയിൽക്കകത്തിലേക്ക് കിട്ടാവുന്ന പുസ്തകങ്ങൾ, അത് ഈ മാരിടൈം നമ്മൾ പറയുന്ന തരത്തിൽ പെരിഫറലായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 79% വരുന്ന കടലിനെക്കുറിച്ചും 29% വരുന്ന കരയും ആകാശത്തെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും ഓഷ്യാനോഗ്രാഫിയെക്കുറിച്ചും ഹൈഡ്രോഗ്രാഫിയെക്കുറിച്ചും സമുദ്ര നിയമങ്ങളെക്കുറിച്ചിട്ടും അഡ്മിറാലിറ്റി ജൂറിസ്ഡിക്ഷനെക്കുറിച്ചും മാരിടൈം ലോയെക്കുറിച്ചും ലോ ഓഫ് ദ സീയെക്കുറിച്ചും ഹൈസിയെക്കുറിച്ചും എക്സ്പോർട്ട് ഇമ്പോർട്ടിനെക്കുറിച്ചും ഷിപ്പിങ്ങിനെക്കുറിച്ചും ലോജിസ്റ്റിക്സിനെക്കുറിച്ചും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെക്കുറിച്ചും കസ്റ്റംസിനെക്കുറിച്ചും മാരിടൈം ലോയെക്കുറിച്ചും മാരിടൈം ആർബിട്രേഷനെക്കുറിച്ചും മാരിടൈം സർവേയെക്കുറിച്ചും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും WTO-യെക്കുറിച്ചും ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കുറിച്ചിട്ടും ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിനെ കുറിച്ചൊക്കെയുള്ള വളരെ വാസ്റ്റായിട്ട് പഠിക്കേണ്ട, ലോകരാജ്യത്തിനകത്തിൽ ഉണ്ടാകുന്നപ്പെടുന്ന ട്രേഡ് പോളിസികളെ കുറിച്ചിട്ടും ട്രീറ്റികളെക്കുറിച്ചും ഓരോ രാജ്യത്തിൻ്റെ ട്രേഡ് പോളിസികളും കസ്റ്റംസ് ആക്റ്റും താരിഫ് ആക്റ്റും അതാത് രാജ്യത്തിൻ്റെ കറൻസിയും അതിൻ്റെ കണക്ടിവിറ്റിയും, ഇങ്ങനെ നിരവധി അനവധി സബ്ജക്റ്റുകൾ ഇൻഡെപ്തിൽ കീറി മുറിച്ച് പ്രാക്ടിക്കലി പഠിക്കേണ്ട സബ്ജക്റ്റാണ്. നമ്മളുടെ വിഴിഞ്ഞം വരുമ്പോഴും എൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് വളരെ ആവശ്യമാണ് നമുക്ക്. കാരണം നമ്മളെ അത് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, നമ്മൾക്ക് കറേജ് തരുന്നുണ്ട്. നമ്മളുടെ ഡെപ്തും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്ന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളതും ലോകത്തിൻ്റെ കണക്ടിവിറ്റി ഉണ്ടെന്നും സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ലൂക്കോ സാറ് പറഞ്ഞ മാതിരി കണ്ടെയ്നർ ഒരു പോർട്ടിൽ നിന്ന് ഒരു കണ്ടെയ്നർ വരുമ്പോൾ ഒരു 20 ഫീറ്റ് ഒരു 40 ഫീറ്റ് TU 20 ഫീറ്റ് ഇക്വിവാലൻ്റ് യൂണിറ്റ് ആൻഡ് ആസ് വെൽ ആസ് ദ 40 ഫീറ്റ് ഹൈ ക്യൂബ് 40 ഫീറ്റ് ഇക്വിവാലൻ്റ് യൂണിറ്റ് ഹൈ ക്യൂബ് സ്റ്റാൻഡേർഡ് ഓപ്പൺ ടോപ്പ് സിലിണ്ടറിക്കൽ ഫ്ലാറ്റ് ട്രാക്ക് കൊളാപ്സിബിൾ ഇത്തരത്തിലൊക്കെയുള്ള വിവിധ കണ്ടെയ്നറുകൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വേണ്ട ഇനിയും വേണ്ട ചർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് കാർഗോ ഉൽപ്പാദിക്കേണ്ടത്, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം, കാർഗോ ഒരു കണ്ടെയ്നറിൽ എങ്ങനെ സ്റ്റഫ് ചെയ്യണം, അത് ലാഷ് ചെയ്യണ അരി കൊണ്ടുപോകുന്ന മാതിരി ഐസ്ക്രീം പറ്റത്തില്ല, ഒന്ന് മെൽറ്റായി പോകും. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഐസ്ക്രീമിനെ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കപ്പെടേണ്ട റീഫർ കണ്ടെയ്നറേയും റെഫ്രിജറേറ്റർ കാർഗോയുടെ മാനേജ്മെൻ്റ് അല്ല ഡേഞ്ചറസ് ഗുഡ്സിൻ്റെതിൻ്റെ. ഈ പറയുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മെഷീനറി നെതർലൻഡിൽ ഉണ്ടാക്കപ്പെടുന്ന വലിയ വിൻഡ് മില്ലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എങ്കിൽ നെതർലൻഡിൽ നിന്നും അതിനെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ റൂട്ട് മാപ്പ് ഉണ്ടാക്കപ്പെടുന്നത്, അതിൻ്റെ എഞ്ചിനീയറിംഗ്, അതിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്കുള്ളൊരു എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ താഴേക്കടയിലേക്ക് നമ്മൾ പോർട്ടിൽ നിന്നുമുള്ള കണ്ടെയ്നർ പുറത്തിലേക്ക് എടുക്കണമെങ്കിൽ ആ കണ്ടെയ്നർ പുറത്തിലേക്ക് എടുക്കുന്നതിനകത്ത് ആ കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്ത് ട്രക്കേൽ കൊടുത്തു അതിൻ്റെ ടിസ്റ്റ് ലോക്ക് വെച്ച് സേഫായിട്ട് അതിനെ ലോക്ക് ചെയ്ത് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിൻ്റെ വീര്യം വെരിഫൈഡ് ഗോസ്, അത് മറ്റൊരു വലിയ സയൻസാണ്. ഓരോ കാർഗോയും പാക്ക് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്, ലേബൽ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നത്, കസ്റ്റംസ് നടത്തപ്പെടുന്നത്, ആർബിട്രേഷൻ വേണ്ടി വരുന്നത്, ലീഗൽ ഡോക്യുമെൻറ്റ്, ഇതെല്ലാം വലിയ സയൻസാണ്. നമ്മളിപ്പോഴും ഇവിടെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മളുടെ പോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റിനെ കുറിച്ചിട്ടുമുള്ളതാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നടക്കപ്പെടുന്ന എന്നെ വേദനിപ്പിക്കുന്നതാണ്. അത് ആവശ്യമാണ്. ഇന്ത്യ മാരിടൈം സമ്മിറ്റിനകത്ത് നമ്മൾ പോയാലും ഗ്ലോബൽ തലത്തിൽ നമ്മൾ പോകുമ്പോഴും വി ആർ റിപ്പീറ്റ്ലി ടോക്കിംഗ് അബൌട്ട് ദാറ്റ് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ക്വാളിറ്റി ഇതിനെയാണ് നമുക്ക് പറയേണ്ടത്. നമുക്ക് വേണ്ടത് ലോകത്തിൻ്റെ ട്രേഡിനെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്.
ഇവിടെ കേരളം നമ്മൾ നോക്കപ്പെടുന്ന സമയത്ത് വിഴിഞ്ഞം തുറമുഖത്തിനുള്ള അതേ തരത്തിൽ തന്നെ പ്രാധാന്യമുണ്ട് കൊച്ചിൻ പോർട്ടിന്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള റോളാണുള്ളത്. അഴീക്കൽ പോർട്ടിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർട്ടാണ്. ഈ നമ്മുടെ കോഴിക്കോടുള്ള കാപ്പാടുള്ള നമ്മുടെ ബേപ്പൂരുള്ള പോർട്ടിന് മറ്റൊരു അതേ തരത്തിലുള്ള കൊല്ലം പോർട്ടിന് നമ്മൾ പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോർട്ടും 590 കേരളത്തേക്ക് എടുക്കുമ്പോൾ 590 കിലോമീറ്റർ തീരദേശത്തെയും 44 നദികളെയും കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെയും കോസ്റ്റൽ ടൂറിസത്തെയും 4 എയർപോർട്ടുകളെയും നമ്മുടെ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷനെയും നമ്മുടെ ഹിൽ സ്റ്റേഷനെയും ടൂറിസവും ഈ പറയുന്ന മാരിടൈമിലെ കാർഗോയും പാസഞ്ചർ മൂവ്മെൻറ്റും ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഹൃദയവും തലച്ചോറും മാതിരി ബ്ലെൻഡ് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. ലൂക്കോസ് സാറ് പറഞ്ഞ മാതിരി തന്നെ അതായത് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് എത്രയോ ലോകരാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രാജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടുള്ള ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. മാരിടൈമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരേ തരത്തിൽ തന്നെ കോസ്റ്റൽ ഷിപ്പിങ്ങിനെയും അതേ തരത്തിൽ തന്നെ കേരളത്തിലെ മറ്റു തുറമുഖങ്ങളെയും കേരളത്തിലെ ഷിപ്പ് നിർമ്മാണത്തെയും ഷിപ്പ് റിപ്പയറിങ്ങിനെയും ഷിപ്പ് പിന്നെ ബങ്കറിങ്ങിനെയും ഇതിനെയെല്ലാം ഒന്നിച്ച് കണ്ടുകൊണ്ട് പ്രാദേശിക തലത്തിലേക്ക് നാം ചിന്തിക്കപ്പെടാതെ പൊളിറ്റീഷ്യൻസ് 140 നമ്മളുടെ MLA-മാരും ചെയ്യപ്പെടേണ്ടത് കാസർഗോഡ് തൊട്ട് അവർ പാറശാല വരെയുള്ള തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള തങ്ങളുടെ നിയോജക മണ്ഡലത്തിനകത്തിലെ ഏതെല്ലാം കാർഗോയുടെ ഉൽപ്പാദനം ഉണ്ടാക്കാം, വാല്യൂ ആഡഡ് സർവീസ് നമുക്ക് കൊടുക്കാം, സർവീസ് എക്സ്പോർട്ട് നമ്മളൊക്കെ എങ്ങനെ ചെയ്യാം, ഏതെല്ലാം തരത്തിൽ തൻ്റെ IT-യിലും തൻ്റെ മേഖലയിലുള്ള പോളിടെക്നിക്കലും എഞ്ചിനീയറിംഗ് കോളേജിലും എന്ത് നാം പഠിപ്പിക്കണം, നമ്മളുടെ ലോ കോളേജുകൾക്കകത്തിൽ മാരിടൈം ആർബിട്രേഷനും കസ്റ്റംസ് ആക്റ്റും താരിഫ് ആക്റ്റും മാരിടൈം ലോയും പഠിപ്പിക്കേണ്ട ആവശ്യമല്ല, ഇൻ്റർനാഷണൽ ലോ പഠിപ്പിക്കേണ്ട ആവശ്യം എങ്ങനെയാണ്, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ നാം എങ്ങനെ ആക്കി മാറ്റണം, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന BSc MScയും PhDയും കഴിഞ്ഞിട്ടുള്ളവരാണ് നാളെ വരുന്ന ഇവിടുത്തെ കർഷകരെ പൂള് ചെയ്തിട്ട് അവരുൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിനെ ബൈ പ്രോഡക്റ്റാക്കിയും അതിനെ റിസർവ് ചെയ്തും പ്രിസർവ് ചെയ്തിട്ടുള്ള ലോക മാർക്കറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവരുടെ ഷെൽഫിൽ എത്തിക്കത്തക്ക തരത്തിലേക്കുള്ള നോഹോ പകർന്നു കൊടുക്കേണ്ടപ്പെടുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. അതേ തരത്തിൽ തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള വെറ്റിനറി സർവകലാശാല നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കണം, നമ്മളുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മദ്രാസ് IIT രൂപീകരിച്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ പോർട്ട് തിരുവനന്തപുരം പോർട്ടിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വിടുന്നത്. എന്തുകൊണ്ട് ഇത്രമാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മൾ ടെക്നോ പാർക്കും ബാക്കിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾക്ക് ഇത്തരത്തിലേക്കുള്ള കാര്യത്തിലേക്ക് അതൊന്നും ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾക്ക് ഇനിയും വരുന്ന സമയം ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ടല്ലേ? ബഹുദൂരം പ്ലാനിംഗ് ബോർഡിലേക്ക് നമ്മൾ മാരിടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളെ എടുക്കുന്ന സമയത്ത് അബ്സല്യൂട്ട്ലി ദ പേഴ്സൺ ഹു ഹാവ് ദ റിയൽ നോളജ് അബൌട്ട് ദാറ്റ് മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ഓഫ് ദ മാരിടൈം സെക്ടേഴ്സിനെ കുറിച്ചുള്ളവരെ പ്ലാനിംഗ് ബോർഡിൽ വെക്കാവും. സ്റ്റേറ്റ് ഈ മേഖലയുടെ ഓരോ മേഖലയിലുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ വിസിൽ മാത്രമായിട്ട് കാണപ്പെടുന്നത് അതായത് കൺകറന്റ് ലിസ്റ്റിനകത്തിൽ വരുന്ന സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന പോർട്ടസ്റ്റ് ആക്ടിനകത്തിൽ വരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ വരുന്ന നോൺ മേജർ പോർട്ടുകളെ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചുള്ള മാരിടൈം ബോർഡിനെ ഇതിനെ എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതേ തരത്തിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ ആയിട്ട് വരുന്നതിനകത്തിൽ ഉൾനാടൻ ജലഗതത്തിനെല്ലാം കേരള മാരിടൈം സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അല്ല, ഇപ്പം നിലവിൽ മാരിടൈം ബോർഡില്ലേ? നിലവിൽ മാരിടൈം ബോർഡുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താ? അത് 2016 നമുക്കൊരു ആക്ട് മുഖാന്തരം വന്നതാണ്. അതിന്റെ പ്രവർത്തനങ്ങളും ബാക്കിയുള്ളതെല്ലാം അതിന്റെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു 9 വർഷത്തേക്കുള്ളത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അതിലിരിക്കുന്നവർ ക്വാളിഫൈഡ് ആണോ? അത് ഇപ്പോഴും എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. ഓരോരുത്തരൊക്കെ ഏതെല്ലാം മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതൊന്നും അതിനകത്തൊന്നും എനിക്കൊരു റോളുള്ള ഒരാളല്ല. ഞാൻ പറഞ്ഞത് നമ്മളുടെ മാരിടൈം ബോർഡായാലും ഇത്തരത്തിലേക്കുള്ള എന്നിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന തരത്തിൽ തന്നെ സ്റ്റേറ്റ് മാരിടൈം സർവീസ് ലൈക്ക് IAS അല്ലെങ്കിൽ ഇന്ത്യൻ മാരിടൈം സർവീസ് അത്തരത്തേക്ക് സ്പെസിഫിക്. കാരണം 95% ഓഫ് ദ വേൾഡ് ട്രേഡ് ഈസ് ഹാപ്പനിങ് ത്രൂ ദ സീ ആൻഡ് ദ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ. ഈ നടക്കപ്പെടുന്ന ട്രേഡ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഇന്ത്യയിലെ മറ്റ് യൂണിയൻ പ്രദേശം 9 അയൽ രാജ്യങ്ങൾ ലോകത്തേക്ക് നടക്കപ്പെടുന്ന ഇത്രയും വലിയ വ്യാപാരത്തിനകത്തിലേക്ക് 95% ദ റൈറ്റ് പ്രോഡക്റ്റ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസിലേക്ക് എത്തിക്കപ്പെടാൻ വേണ്ടിയുള്ള സയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കേവലം നോളജ് പോരാ, പാർട്ട് ടൈം വർക്ക് നമുക്ക് പോരാ. അതിന് നമ്മൾക്ക് മാറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മളുടെ ഭരണകൂടത്തിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ മാരിടൈമുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കോഴ്സുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട്?
അതായത് മാരിടൈമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. നമ്മളുടെ നിലവിലുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എൻ്റർലി ഡിഫറെൻറ്റ്. ഇപ്പം നാവിഗേഷനുമായിട്ട് നേവി, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ ഇത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് പിന്നെ നോട്ടിക്കൽ എഞ്ചിനീയറിംഗും മറ്റും മറന്നു പറഞ്ഞാൽ ഫസ്റ്റ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓഷ്യാനോഗ്രാഫി മറൈനുമായിട്ട് ബന്ധം. അപ്പോൾ ഓഷ്യാനോഗ്രാഫിയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചിയിലെ ഒരു സ്ഥലമുണ്ട്. ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ മാരിടൈമിൽ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതങ്ങ് നിർത്തി. നോക്കണം, ഒരിടത്ത് വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നു, അത് നമ്മളുടെ നാട്ടിലേക്ക്. പിന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചിയിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു കാര്യം, ഒരു റീറ്റെയിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ലോജിസ്റ്റിക്സിനകത്തിലും MBA. ഇപ്പം പിന്നെ പല പ്രൈവറ്റ് കോളേജുകളും ബാക്കിയൊക്കെ. നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ? അതാണ് അടുത്തത് ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയും കാണപ്പെടുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. വിഴിഞ്ഞം തുറമുഖം വരുന്നു, മാരിടൈം സെക്ടറിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു പേരിൽ സ്കിൽ ഡെവലപ്മെൻറ്റും ലോജിസ്റ്റിക്സും ബാക്കിയുള്ള കാര്യത്തിൽ ഇതാരാ പഠിപ്പിക്കുന്നത്? അത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല നമുക്കിവിടെ വേണ്ടത്. ഇപ്പോൾ UGCയുടെ തന്നെ പുതിയ നിയമമുണ്ട്, പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്. എന്തിനാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് UGC അങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ സബ്ജക്റ്റുകളും ബാക്കിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തിലേക്കുള്ള എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു ധാരണയാണ് സർട്ടിഫിക്കേഷൻ ഈസ് ദ ക്രൂക്കഡ് വേ ടു എൻ്റർ ടു ദ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. ആ ലോകം മാറി. അപ്പം നമ്മളിപ്പോൾ ചെയ്യപ്പെടേണ്ടത്, നമുക്ക് വിഴിഞ്ഞം ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പം ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും നമ്മൾ കേരളത്തിൻ്റെ മാരിടൈം കാര്യത്തെക്കുറിച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 195 രാജ്യത്തേക്കുള്ള ബിസിനസ്സിനെ കുറിച്ചായിരിക്കണം. അതിൽ 44 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിലുള്ള ബിസിനസ് നോക്കണം. അതിനോടൊപ്പം തന്നെ ഹൈസീ ട്രേഡിനെ കുറിച്ച് നമുക്ക് നോക്കണം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് എടുക്കണം. പിന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ പോർട്ടിലേക്ക് വരുന്ന എല്ലാ കണ്ടെയ്നറും വേറെ ഷിപ്പിലേക്ക് മാത്രം കയറ്റി വിടുമെന്നാണ്. കേരളത്തിലെ ഉള്ള ഇവിടുത്തെ ട്രേഡേഴ്സ്, ഇവിടുത്തെ എൻ്റർപ്രണേഴ്സിന് ഇന്ത്യയിൽ നിന്നോ മറ്റേത് ഭാഗത്തു നിന്നോ കോസ്റ്റ് കുറച്ച് കാർഗോയെ ഇവിടെ എത്തിച്ചു. എങ്ങനെയാണ് ആഫ്രിക്കയിൽ പറിക്കപ്പെടുന്ന കാഷ്യൂനട്ടിനെ കൊല്ലത്തെത്തിച്ചതിന് ശേഷം അതിനെ പീല് ചെയ്ത് ഷ്രെഡ് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ലേബൽ ചെയ്ത് വിട്ടപ്പോഴല്ലേ 1970, 80, 90 കാലഘട്ടം തൊട്ട് കേരളത്തിലെ എന്തുമാത്രം എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പലപ്പോഴും ഒരു പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയേണ്ടി വരുന്നു, പലപ്പോഴും സബ്ജക്റ്റിൻ്റെ ഡെപ്തിലേക്ക് പോയിട്ടില്ലാത്തവർ ഈ പറയുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കയറ്റി വിടുക, ആ വാക്കിനെ അങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ട്രാൻസിറ്റും ട്രാൻസ്ഷിപ്മെൻറ്റും എന്നും എക്സ്പോർട്ടും റീ എക്സ്പോർട്ടും റീ ഇമ്പോർട്ടിനെയൊക്കെ നമുക്ക് അങ്ങനെ പിന്നെ ലിറ്ററലി പറയാം. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം റിജി ലൂക്കസ് സാർ അല്ലെങ്കിൽ നമ്മളിൽ ആരാണെങ്കിലും മാർബിൾ നമ്മൾ ഗുജറാത്തിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നു, മോഡിഫൈ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു, ലോജിസ്റ്റിക്സ് സാറിൻ്റെ ബന്ധമുള്ളതായിട്ടുള്ള ലോക രാജ്യങ്ങളിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ ദുബൈയിലേക്ക് വിടുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിൽ. അപ്പോൾ അതിവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എങ്ങനെയായിരിക്കണം, നമ്മുടെ ലോജിസ്റ്റിക്സ് എങ്ങനെ പോകണം, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെ പോകണം, ഇൻഡസ്ട്രി ഏത് ലോകത്ത് ഏതെല്ലാം പ്രോഡക്റ്റിന് ഡിമാൻഡുണ്ട് അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസിക്കകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടോ, നമ്മുടെ കസ്റ്റംസിനകത്ത് ലിമിറ്റേഷൻ ഉണ്ടോ? ഇപ്പം തന്നെ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. നമ്മളെപ്പോഴും ഇപ്പം 2022 ഇന്ത്യയും UAE തമ്മിൽ സെപ്പ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന ബൈലാറ്ററൽ ട്രീറ്റി ഉണ്ടാക്കി. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി ഇവിടുന്ന് പ്രോഡക്റ്റുകൾക്ക് അവിടെ ഡ്യൂട്ടി എക്സംഷൻ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിന് ഇവിടുത്തെ ഡ്യൂട്ടി എക്സംഷൻ. നമ്മുടെ മാരിടൈം ചർച്ചകളിലൊന്നും ഇത്തരത്തിലേക്കുള്ള സബ്ജക്റ്റുകൾ എങ്ങും കടന്നു വരുന്നില്ല. എന്നെപ്പോലെയുള്ള ആൾക്കാരെ നിർഭാഗ്യവശാൽ ഞാൻ ഒരു കാര്യം പറയാം, പലപ്പോഴും മാരിടൈമിൻ്റെ സെമിനാർ, കോൺക്ലേവ്, മറ്റു തരത്തിലുള്ള പ്രോഗ്രാം എന്നുള്ള തരത്തിനകത്തിലേക്ക് ആ ഹെഡിങ് വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഈ പറയുന്ന സബ്ജക്റ്റ് ഞാനാണ് അവതരിപ്പിക്കേണ്ടത്. പക്ഷേ എനിക്ക് ഏറ്റവും അവസാനമായിരിക്കും ആ സബ്ജക്റ്റ് പറയാൻ. ഞാൻ കസേരകളോട് പറയേണ്ട ഒരു അവസ്ഥയാണ്. ആദ്യം അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ വരും, അവർ സംസാരിക്കും, അവർ ഉടൻ തന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാച്ച് നോക്കും, അവർ പോവും. അത് കഴിയുമ്പോൾ അടുത്ത ആൾ വരും, അവർ പോവും. അങ്ങനെയൊന്നും പോയാൽ കട്ട് ത്രൂട്ട് കോമ്പറ്റീഷൻ. ഒരു ഒറ്റ മിനിറ്റോടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ, കൊളംബോ പോർട്ട് മിണ്ടാതിരിക്കുമോ വിഴിഞ്ഞം തുറമുഖം വരുന്ന സമയത്ത്? സിംഗപ്പൂർ ഇത്രയും ടെക്നോളജി, ഞാൻ സിംഗപ്പൂർ പോർട്ടുകളൊക്കെ നേരിട്ട് പോയിട്ടുള്ളൂ, ഞാൻ ദുബൈയിലൊക്കെ പോർട്ടുകൾക്കകത്ത് കണ്ടെയ്നറും പോർട്ടുകളൊക്കെ അതിനകത്ത് കയറി ഇറങ്ങി കണ്ടിട്ടുള്ള ഒരാളാണ്. നമ്മൾ മനസ്സിൽ കാണുന്നതിന് മുമ്പേ അവരെത്രമാത്രം നോക്കും.
കലിംഗ പോർട്ട് മലേഷ്യ എങ്ങനെ ആയിരിക്കും എടുക്കുക ചെയ്യപ്പെടുന്നത്? ചൈന ഇതിനകത്തിലേക്ക് ഏതെല്ലാം തരത്തിലേക്ക് അവരുടെ മുന്നേറ്റം നടത്തും? ഒമാനിൽ ദുഃഖം പോർട്ട്, സോഹാർ പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വലിയ പോർട്ട് നടക്കുവാണ്. ഖത്രിയ പോർട്ട്, സൗദി ലോജിസ്റ്റിക്സിനകത്തില്ല. ബിക്കോസ് ഓയിൽ ബേസ്ഡ് എക്കോണമിയിൽ നിന്നും വിൻഡ് എനർജി, റിന്യൂവബിൾ എനർജി, ബ്ലൂ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു എനർജി സിസ്റ്റത്തിലേക്ക് മാറുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കാണാം, ഇലക്ട്രിക്കൽ കാറുകളുടെ കാലമായി കഴിഞ്ഞു. ദ വേൾഡ് ഈസ് മൂവിങ് ടു എ ഓഷ്യൻ ബേസ്ഡ് എക്കോണമി. സോ ഇറ്റ് ഈസ് ദ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ അമംഗ് ദ കൺട്രീസ്. എന്തിനാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ഈ പറയുന്ന അമേരിക്കയും തമ്മിൽ ക്വാഡ്രേറ്റൽ റിലേഷൻ ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലേക്ക് പോകുന്നത്? സോ നമ്മൾ കുറച്ചുകൂടുന്നു നമ്മൾക്ക് ഒരു മാരിടൈം സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായും. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോർട്ട് നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, അത് നമുക്ക് കൈമോശം വന്നു. അത് നമ്മൾ റീബിൽഡ് ചെയ്യണം. അബ്സല്യൂട്ട്ലി. ബ്ലാക്ക് പെപ്പറിന്റെ ചരിത്രം ഒന്ന് നോക്കൂ, ഈ വാസ്കോ ഡി ഗാമ ഇവിടെ വന്നതിന്റെ ചരിത്രം നോക്കൂ. അത് തൊട്ടുള്ള ഇങ്ങോട്ട് നമ്മളുള്ള ഏൻഷ്യന്റ് ഇന്ത്യയും മോഡേൺ ഇന്ത്യയും നമ്മളൊന്ന് പഠിച്ചു. നമ്മുടെ സ്കൂളുകളിൽ ഒരു കാര്യം, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും മാരിടൈം എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കണം. 95% ഓഫ് ദ വേൾഡ് ട്രേഡ് നടക്കുന്നതും മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെയും ഓക്സിജൻ്റെയും ഇടമായിട്ടുള്ള ഓഷ്യനെ കുറിച്ചും ഇനിയും വരുന്ന ഓഷ്യനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ ലാൻഡ് ഈസ് ഓൾറെഡി ഓവർ കൺസ്യൂംഡ് ആണെന്നുള്ള കാര്യത്തിനകത്ത് വെച്ചിട്ടുള്ള ഓഷ്യൻ ബ്ലൂ എക്കോണമിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്കത് ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല എങ്കിൽ എന്നാണ് നമുക്ക് ഇനി പഠിപ്പിക്കാൻ പറ്റുന്നത്? സോ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു തരത്തിലുമുള്ള കാരണം ഞാൻ എൻ്റെ നാട്ടിൽ വന്നത് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂട്ടുകാരുടെ മക്കൾക്കും എൻ്റെ നാടും എൻ്റെ കേരളത്തിനും അല്ലെങ്കിൽ എൻ്റെ ഇന്ത്യക്കും ഈ പറയുന്ന മാരിടൈമിനകത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. പലപ്പോഴും പഠിച്ചിട്ട് പലരുടെയും മുന്നിൽ വരുമ്പോൾ കാണിച്ചിട്ടുള്ള അവഗണനയും പടിയിറങ്ങി ഞാൻ പല ഗവൺമെൻറ് ഓഫീസിൻ്റെയും പടിയിറങ്ങി താഴോട്ട് വരുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ ഒഴുകി വീണിട്ടുണ്ട്. ഞാനത് ഇല്ല എന്ന് പറയുന്നില്ല, അത് സത്യമാണ്. പക്ഷേ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അല്ല ശ്രീ നാണു വിശ്വനാഥ്, എന്തായാലും ഈ ചർച്ച കാണുന്ന പ്രേക്ഷക അദ്ദേഹം നിങ്ങളുടെ നമ്പർ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി നിങ്ങളെ സമീപിക്കും. നോക്കിക്കോ, ഇതെൻ്റെ ഉറപ്പാണ്.